നമസ്കാരം. തൃശൂരിലെ ചേർപ്പിലെ കലുങ്ക് സംവാദത്തിനിടെ വയോധികന്റെ അപേക്ഷ നിരസിച്ച സംഭവം CPM ആയുധമാക്കിയിരുന്നു. നിവേദനം നൽകിയ വേലായുധൻ എന്ന വയോധികന് CPM വീട് വെച്ചു നൽകാൻ തീരുമാനിച്ചു. ഈ ഒരു സംഭവത്തിൽ വിശദീകരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സുരേഷ് ഗോപി. നിവേദനം നിരസിച്ചതിൽ സംഭവിച്ചത് കൈപ്പിഴയെന്നാണ് സുരേഷ് ഗോപി പരസ്യമായി പ്രതികരിച്ചത്. കലുങ്ക് ചർച്ചയുടെ പൊലിമ കെടുത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൈപ്പിഴകൾ ഉയർത്തിക്കാണിച്ച് കലുങ്ക് സൗഹൃദ സംവാദത്തിന്റെ തീപ്പന്തം കെടുത്താനാണ് ശ്രമം. ആ ശ്രമം നടക്കില്ലെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. വേലായുധൻ ചേട്ടന് വീട് കിട്ടിയല്ലോ, സന്തോഷമുണ്ട്. കൊച്ചു വേലായുധന്മാരെ ഇനിയും കാണിച്ചു തരാം. വേലായുധൻ ചേട്ടന്മാരെ ഇനിയും അങ്ങോട്ടയക്കും. പാർട്ടിയെ കൊണ്ട് നടപടിയെടുപ്പിക്കും. വീടില്ലാത്തവരുടെ പട്ടിക പുറത്തുവിടുമെന്നും സുരേഷ് ഗോപി കലുങ്ക് സൗഹൃദ സംവാദത്തിനിടെ പ്രതികരിക്കുകയും ചെയ്തു. 14 ജില്ലകളിലും കലുങ്ക് സൗഹൃദ സദസ്സ് നടത്തുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. നിവേദനങ്ങൾ BJP ജില്ലാ പ്രസിഡന്റിനെ ഏൽപ്പിക്കണം. വ്യക്തിപരമായ ആവശ്യങ്ങൾക്കല്ല, സമൂഹത്തിനാണ് ഒരു ജനപ്രതിനിധി. കലുങ്ക് സംവാദം സൗഹൃദ വേദിയാണ്. എതിർക്കുന്നവർക്കെല്ലാം ഇതൊരു തീവ്ര ശക്തിയായി മാറും. ഇതിനി താക്കീതല്ല, അറിയിപ്പാണെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു. എന്താണ് അധികാര പരിധിയിൽ വെച്ച് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ധാരണയുണ്ട്. MP സ്ഥാനത്തിരുന്നു കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സിനിമയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല എന്നാണ് മറ്റൊരാരോപണം. എന്തിന് സിനിമയിൽ നിന്ന് ഇറങ്ങണം? സിനിമയിൽ നിന്ന് ഇറങ്ങാൻ സൗകര്യമില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ചുള്ള പദ്ധതികൾക്കാണ് മുൻഗണനയെന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കിയിരുന്നു. തൃശൂരിൽ ഇന്ന് 4 ഇടങ്ങളിലാണ് സുരേഷ് ഗോപിയുടെ കലുങ്ക് സൗഹൃദ സംവാദം നടത്തുന്നത്. കൊടുങ്ങല്ലൂർ, ഇരിങ്ങാലക്കുട, മരത്താക്കര, പുതുക്കാട് എന്നിവിടങ്ങളിലാണ് ഇന്നത്തെ കലുങ്ക് സൗഹൃദ സംവാദം. പ്രാദേശികമായുള്ള പൊതു ആവശ്യങ്ങൾ സംവാദ പരിപാടിയിൽ ചർച്ച ചെയ്യും. അതേസമയം സുരേഷ് ഗോപി അപേക്ഷ നിരസിച്ച കൊച്ചുവേലായുധന് വീട് നൽകുമെന്ന് CPM കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. കൊച്ചുവേലായുധന്റെ അപേക്ഷ സുരേഷ് ഗോപി നിരസിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. സംഭവം സുരേഷ് ഗോപിക്കെതിരെ CPM രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയിരുന്നു. നിവേദനമടങ്ങിയ കവർ തുറന്നു പോലും നോക്കാതെ അവഹേളിച്ച കൊച്ചുവേലായുധന് വീട് നിർമ്മിച്ചു നൽകുമെന്നാണ് CPM പ്രഖ്യാപിച്ചത്. 2 വർഷം മുമ്പ് മഴയിലും കാറ്റിലുമാണ് പുള്ള് സ്വദേശി കൊച്ചുവേലായുധന്റെ 5-അംഗ കുടുംബം താമസിച്ചിരുന്ന വീട് തകർന്നത്. വീട് താമസയോഗ്യമല്ലാത്തതിനാൽ മുൻവശത്തുള്ള കാലിത്തൊഴുത്തിൽ കുടുംബം താമസം തുടങ്ങി. ഇതിനിടയിലാണ് ദുരവസ്ഥയിൽ പരിഹാരം തേടി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് നിവേദനം സമർപ്പിക്കാൻ എത്തിയത്. നിവേദനം നിരസിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നടപടിക്കെതിരെ കടുത്ത വിമർശനം ഉയർന്നതിന് പിന്നാലെയാണ് CPM തന്നെ വീട് നിർമ്മിച്ചു നൽകും എന്ന് പ്രഖ്യാപിച്ചത്. അതിൽ കൊച്ചുവേലായുധനും സന്തോഷം പ്രകടിപ്പിച്ചു. പിന്നാലെ വിഷയത്തിൽ വിശദീകരണവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തന്നെ രംഗത്തെത്തി. പൊതുപ്രവർത്തകനായ തനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല എന്ന് ബോധ്യമുണ്ട്. തനിക്ക് പാലിക്കാൻ പറ്റാത്ത വാഗ്ദാനങ്ങൾ നൽകാറില്ല. ഭവന നിർമ്മാണം സംസ്ഥാന സർക്കാരിന്റെ പരിധിയിൽ വരുന്നതാണെന്നും മറ്റൊരു പാർട്ടി കൊച്ചുവേലായുധന് വീട് വെച്ചു നൽകുന്നു എന്നതിൽ സന്തോഷമുണ്ടെന്നും സുരേഷ് ഗോപി സോഷ്യൽ മീഡിയയിൽ വിശദീകരിച്ചു.